ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലത് കൈ നിയമമാണ്. അപ്പോൾ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലത് കൈ നിയമം പറയുന്നത് നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ, ഒരു ചാലകം നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തള്ളവിരൽ, വലത് കൈയിൽ തള്ളവിരലിൻ്റെ ദിശ എന്ന് പറയുന്നത് ആരുടെ ദിശയായിരിക്കും? തള്ളവിരലിൻ്റെ ദിശ എന്ന കറണ്ടിൻ്റെ ദിശയെയും നമ്മൾ ബാക്കി പിടിച്ചിരിക്കുന്ന വിരലുകളെല്ലാം ആരുടെ ദിശയുമായിരിക്കും? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയുമായിരിക്കും. അപ്പോൾ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമം അല്ല എങ്കിൽ വലംപെരി സ്ക്രൂ നിയമം, രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്ന നിയമമാണത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ സോളിനോയിഡിൽ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഏത് കാന്തിക ധ്രുവം ഏതാണെന്ന് അറിയാനുള്ളതാണ് അടുത്ത ഇത്. അപ്പോൾ ഇതിൽ വൈദ്യുതി പ്രവഹിക്കുന്നത്, നമ്മളൊരു സോളിനോയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, ക്ലോക്ക് പോകുന്ന പോലെ ഈ ഒരു പ്രദക്ഷിണ ദിശയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സൗത്ത് പോളാണ് എന്നാണ്. സൗത്ത് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദക്ഷിണ ധ്രുവം. ഇനി നമ്മൾ വൈദ്യുതി കടന്നു പോകുന്നത് അപ്രദക്ഷിണ ദിശയിലാണ്. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് വൈദ്യുതി വരുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ അപ്രദക്ഷിണം, ക്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ഇങ്ങനെയാണ് വൈദ്യുതിയുടെ ദിശയെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടെ നോർത്ത് പോളായിരിക്കും. അപ്പോൾ ഇങ്ങനെ വൈദ്യുതി പ്രവഹിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് പോളും, തിരിച്ച് ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ അത് നോർത്ത് പോളും ആയിരിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെ താഴോട്ട് വന്നു, അപ്പോൾ അത് നോർത്ത് പോളായിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തത് മോട്ടോർ തത്വം. മോട്ടോർ തത്വം പറയുന്നത് ഇത്രയേ ഉള്ളൂ: വൈദ്യുതവാഹിയായ ചാലകം സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ കാന്തിക മണ്ഡലം, ഇവിടെ ഒരു യുകാന്തം വെച്ചിട്ടില്ലേ, അപ്പോൾ ആ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചാലകത്തിൽ, സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിലുള്ള ചാലകത്തിൽ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ഒരു ബലം അനുഭവപ്പെടും, തൽഫലമായത് ചലിക്കും. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വൈദ്യുതവാഹിയായ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അതിലൊരു ബലം അനുഭവപ്പെട്ടുകൊണ്ട് അത് ചലിക്കും. അപ്പോൾ ഇത് ഊഞ്ഞാലാടുന്ന പോലെ ഇത് ഇങ്ങനൊരു പ്രതിഭാസം നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും. മേളിലോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. അപ്പോൾ ആ ഒരു തത്വമാണ് മോട്ടോർ തത്വം. ഇനി അതുപോലെ തന്നെ മോട്ടോർ തത്വത്തിൽ വരുന്ന മറ്റൊന്നാണ് മോട്ടോറിൻ്റെ പ്രവർത്തനത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഇടത് കൈ നിയമവും ഉണ്ട് ഫ്ലെമിങ്ങിന്, വലത് കൈ നിയമവും ഉണ്ട്. റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ജനറേഷനെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതായത് ജനറേഷൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ എന്തെന്ന് പറയണം? റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയണം. റൈറ്റ് ഹാൻഡ് റൂളിലും ലെഫ്റ്റ് ഹാൻഡ് റൂളിലും നമ്മൾ ഒരേപോലെ പെരുവിരൽ അതുപോലെ തന്നെ ചൂണ്ടുവിരൽ, നടുവിരൽ ഇവയും പരസ്പരം ലംബമായി വരത്തക്ക രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ എഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് FMI, ഫോഴ്സ് തള്ളവിരലിൻ്റെ ദിശയെയും മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലം ചൂണ്ടുവിരലിൻ്റെ ദിശയെയും മധ്യത്തെ വിരൽ നടുവിരൽ കറണ്ടിൻ്റെ ദിശയെയും സൂചിപ്പിക്കുന്നു, FMI. ലെഫ്റ്റ് ഹാൻഡ് റൂളാണെങ്കിൽ ഇടത് കൈയിലെ എന്ന് പറയുക, റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ വലത് കൈയിലെ എന്ന് പറയുക. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത് മോട്ടോർ, കാര്യം നമ്മൾ ജനറേറ്റ് ചെയ്തതിന് വലത് കൈ കൊണ്ട് ജനറേറ്റ് ചെയ്തു, ഇടത് കൈ കൊണ്ട് അത് ഉപയോഗിച്ചു, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരുന്നത് മോട്ടോർ വൈദ്യുതി കൊടുത്താലേ മോട്ടോർ പ്രവർത്തിക്കുകയുള്ളൂ. വലത് ഇടത് ആ ഒരു മോഡലിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ, രണ്ടെണ്ണത്തിൻ്റെ ആൻസറാവും മറ്റൊരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യനാണ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി ഈ സെക്ഷനിൽ നമ്മൾ ഇതിൻ്റെ ഘടന അറിഞ്ഞിരിക്കണം. ഇവിടെ നോർത്ത് പോള്, സൗത്ത് പോളുണ്ട്. ഇവിടെ ആർമേച്ചർ കോയിൽ. അപ്പോൾ ആർമേച്ചർ കോയിലിൽ ഒരു പ്രത്യേകതയുണ്ട്, എപ്പോഴും AC വൈദ്യുതി ആയിരിക്കും ആർമേച്ചർ കോയിലിൽ. ഇനി ഇതെന്താണ്? ഇത് ഏത് തരം കമ്മ്യൂട്ടേറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതാണ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ഇവിടെ അർദ്ധവളയങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. DC ആണ് ഈ മോട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അർദ്ധവളയങ്ങൾ, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി AC ആണെന്നുണ്ടെങ്കിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റർ, പൂർണ്ണ വളയങ്ങൾ 2 കാണും.
ഇത് ഒരു വളയം രണ്ടായിട്ട് മുറിച്ചത് കാണും. അർദ്ധവളയങ്ങളാണ് എ സിയിലുള്ളത്. അപ്പോൾ എ സി ഡി സിയിലുള്ള കമ്മ്യൂട്ടേറ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ എ സിയിലാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്ററും ഡി സിയിലാണെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററും മാറിപ്പോയത്. പിന്നെ ആർമേച്ചർ കോയിലിൽ എല്ലായ്പ്പോഴുമുള്ള വൈദ്യുതി എ സി ആണ്. ഇത് രണ്ടും ഈ സെക്ഷനിൽ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് ലൗഡ് സ്പീക്കറിൻ്റെ ഘടന പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ചാപ്റ്ററിലെ അടുത്ത ക്വസ്റ്റ്യൻ ലൗഡ് സ്പീക്കറിൻ്റെ ഘടന. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? മോട്ടോർ തത്വം. അതായത് നമ്മൾ വൈദ്യുതി കൊടുക്കുകയാണെങ്കിൽ ആര് ചലിക്കും? ഈ ഡയഫ്രം ചലിച്ച് ശബ്ദമുണ്ടാക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് മോട്ടോർ തത്വം ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ഥിരകാന്തം, ഈ അങ്ങേറ്റവും ഇങ്ങേറ്റവും ഇരിക്കുന്ന സ്ഥിരകാന്തമാണെന്നറിയുക. ഇവിടെ നമ്മൾ കണക്റ്റിംഗ് വയേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു റൗണ്ട് രൂപത്തിലുള്ള കോയിൽ ചുറ്റി എടുത്തേക്കുന്ന സംവിധാനമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് വോയിസ് കോയിൽ എന്ന് പറയുന്നത്. അതിനകത്ത് ചുറ്റി എടുത്തേക്കുകയാണ്. ഇത് നമുക്ക് സെക്ഷണൽ വ്യൂ, പകുതി മുറിച്ച വ്യൂ ആയതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. ഈ കറുപ്പ് പൊട്ട് പോലെ കാണുന്നത് ചുറ്റിയ കമ്പിച്ചുരുളിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡയഫ്രം, ഏറ്റവും പുറമേയുള്ള ഭാഗം ഡയഫ്രം. എന്തായാലും ഈ ഒരു പടം നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കാൻ പഠിച്ചു വെച്ചേക്കുക, ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. അതവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവർത്തനത്വവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്കുള്ളത്. ഓക്കെ.